ഹലോ ഗേസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നയന പറയുകയാണ്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ ചേച്ചി? നമ്മളെപ്പറ്റി എവിടെയുള്ളവർക്കൊക്കെ മോശം അഭിപ്രായം, പക്ഷേ അതിലും വലിയ ദുഷ്ടക്കൂട്ടങ്ങളാണ് അനാമിക എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അതുമാത്രമല്ല, ഇളയമ്മയോട് പറഞ്ഞാൽ ഇളയമ്മ ഇത് വിശ്വസിക്കുകയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നബി പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെങ്ങാനും പോയിരുന്നെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം ഈ വീട്ടിലുള്ളവരൊക്കെ കണ്ടേനി. ഈ വീട്ടിൽ പോലീസ് കയറ്റാൻ പാടില്ലല്ലോ, അത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അഭിമാനത്തിന് കോട്ടം തൊട്ടുമല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാനെല്ലാം മിണ്ടാണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നബി എവിടെ നിന്ന് ഇറങ്ങി പോവാം കേട്ടോ. അത് കഴിഞ്ഞ് നവ്യ നേരെ ചെന്ന് നന്ദുവിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, സത്യത്തിൽ അന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നയനേനെ കയറി അവൾ തള്ളിയില്ലേ, അന്ന് മോൾ അത്രയൊന്നും കൊടുത്താൽ പോരായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അന്നതിനാവശ്യത്തിനുള്ള ഞാൻ അവൾക്ക് കൊടുത്തായിരുന്നല്ലോ. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിപ്പോയി ചേച്ചി. അടി കൊടുക്കേണ്ടിയിരുന്നത് അവൾക്കല്ലായിരുന്നു. അവളെ ഇത്രയും വളർത്തി വലുതാക്കിയ നശിപ്പിച്ചു കളഞ്ഞൊരു അച്ഛനോ അമ്മയുണ്ടല്ലോ, അവർക്കായിരുന്നു എന്ന് പറയുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നന്ദു രാത്രി കൂട്ടുകാരോട് കൂട്ടി അനാമികയുടെ അച്ഛനെ അമ്മ അടിക്കാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, പൊക്കോടാ, നീ ധൈര്യമായിട്ട് വാ, എന്തായാലും ആദർശേൻ്റെ അമ്മയോട് ഇത്രയൊക്കെ ചെയ്തതല്ലേ, രണ്ടെണ്ണം കിട്ടിയില്ലെങ്കിൽ ശരിയാവുമല്ലോ എന്ന് പറഞ്ഞു അവർ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് മതിലി അടി കയറും കേട്ടോ. കഴിഞ്ഞ് തലങ്ങനും വിലങ്ങനെയും അടിക്കുവാണ് വേണുവിനെയും രേവതിനെയും. അവർ നിന്ന് കൊള്ളുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ആദർശ് നയന എഴുന്നേറ്റ് പോകാൻ നേരത്ത് പറയുക, നീ എവിടെ പോവാ? അമ്മയല്ലേ ഇപ്പോൾ അടുക്കളയിൽ കയറുന്നേ, അമ്മ കയറിക്കോളും, എങ്കിലും പൂജാമുറി വിളക്ക് കത്തിക്കണ്ടേ, കോലമൊക്കെ വരയ്ക്കണ്ടേ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നിനക്ക് വയ്യാത്തല്ലേ, ഇത്രയും പെട്ടെന്ന് പോകണ്ട, ഇങ്ങനെ വാ എന്ന് പറഞ്ഞ് തിരിച്ച് പിടിച്ച് കിടത്തു കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇപ്പം വയ്യാഴിക ആർക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, വിഷു ഒക്കെ വരുന്നേ, നിനക്കിപ്പോൾ ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് നല്ല വല്ല ഡിസൈനും വരച്ച് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കും, അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ വേലക്കാരിയെ പോലും വേണ്ടെന്ന് അമ്മ പറഞ്ഞെങ്കിൽ അമ്മയ്ക്കിപ്പോൾ തന്നെ ചെയ്യാനായിരിക്കും താല്പര്യം, അതുപോലെ അമ്മ ചെയ്യട്ടോ എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജാനകിനെയാണ്. ജാനകി പറയുന്നുണ്ട്, വന്ന് ഇപ്പോൾ അവൾക്കും അവളുടെ അനിയത്തിക്കും വരെ വെച്ച് വിളമ്പി കൊടുക്കേണ്ട അവസ്ഥയായി, ഏടത്തേക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്ന് പറയും കേട്ടോ. അപ്പം ദേവേനി പറയുന്നുണ്ട്, എനിക്ക് അവരാരും അടുക്കളയിൽ കയറുന്നതിനോട് താല്പര്യമില്ല, അതുമാത്രമല്ല നമ്മളിവിടെ വിവാഹം കഴിച്ച് വന്നപ്പോഴേക്കും അമ്മയായിരുന്നല്ലോ അടുക്കളയിൽ കയറിയത്, അപ്പോൾ നമ്മളും അതേ പാത തന്നെ പിന്തുടരണം. പിന്നെ അതിലും വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുരോഹിതനെ കണ്ടിരുന്നു, അവളുടെ മുജ്ജന്മ പുണ്യം അവളെ ഉപദ്രവിച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുടുംബത്തിനുണ്ടാവും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഏറ്റുവാങ്ങാണ്ട് ഞാനിവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങി കൂടിക്കോളും, അവരടുക്കളയിൽ കയറുന്നതിനോടും എനിക്ക് താല്പര്യമില്ല, വല്ലതും ഉണ്ടാക്കി തന്നാൽ എന്തൊക്കെ വയറ്റി ചെല്ലുമെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ജാനകി കേൾക്കാൻ വേണ്ടി പറയുക കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനാമിക അങ്ങ് വരുവാണ്. അനാമിക പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ അമ്മയെ ആരോ അടിച്ച് ഹോസ്പിറ്റലാക്കി, ആ നന്ദു അവരുടെ കൂട്ടരുമായിരിക്കും, അവളെ ആരോ തട്ടിക്കൊണ്ട് പോയത് എൻ്റെ അച്ഛനും അമ്മയാന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോഴേക്കും ഇത് കേട്ട് ജാനകി പറയാം, അയ്യോ മോള് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകും, അനിയോടെ കൂട്ടിക്കോ എന്ന് പറയും കേട്ടോ. അങ്ങനെ അനിയും കൂട്ടിക്കൊണ്ട് അനാമിക നേരെ വേണുവിനെ രേവതിയും കാണാൻ വേണ്ടി പോവാണ്. പോയി കഴിയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ആ നന്ദു എന്ന് പറയുന്നവൾ ഇവിടെ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും അവളുടെ ചേച്ചിമാരോട് കൂടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്, എനിക്ക് ഒരേ ഒരു മരുമോളെ ഉണ്ടാവുള്ളൂ ഈ ജീവിതത്തിൽ, അതെൻ്റെ അനാമിക മോളായിരിക്കും എന്ന് ദേവയാനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാട്ടോ. നേരെ അനിയും അനാമികയും കൂടെ വേണുവിൻ്റെ അടുത്ത് ചെല്ലുവാണ്. അപ്പോൾ ഇവരിങ്ങനെ നന്ദുവിനെ കുറ്റപ്പെടുത്തി പറയുമ്പം അനി പറയുന്നുണ്ട്, അവളൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കുക എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വേണു ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. വേണു പറയുന്നുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്, ഇനി അവർ തെളിയിക്കട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അനാമികനെ അവിടെ നിർത്തിയിട്ട് അനി പറയുന്നുണ്ട്, ശരി എന്തായാലും ഞാൻ ഇറങ്ങുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അനി ഇവിടെ നിന്ന് നേരെ പോവുകയാണ് കേട്ടോ. അനി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അനാമിക വേണുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ കേസ് കൊടുത്തോ? കേസൊന്നും കൊടുത്തില്ല, അവിടെ പരിചയം ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനെ കണ്ടപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക പറയാം, എങ്കിൽ അയാളോട് കൂടുതലൊന്നും അന്വേഷിക്കേണ്ടെന്ന് വിളിച്ച് പറഞ്ഞേക്ക്, അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ, നയന എന്ന് പറയുന്നവർക്കും നവ്യ എന്ന് പറയുന്നവർക്കും ഇപ്പം നമ്മൾ ചെയ്ത എല്ലാ കാര്യവും അറിയാം, അവളുമാരെങ്ങാനും അത് കേസാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതെന്തിനാണ് ചെയ്തതെന്നുള്ളതൊക്കെ ഓരോരുത്തർ വാലിൽ തൂങ്ങി ഇങ്ങ് വരും, പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താണ്, അത് മറക്കണ്ടെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ്, എന്തൊരവസ്ഥയാണെന്ന് ഓർത്തോണേ, അടി ഫുള്ള് കൊള്ളുകയും വേണം, ഒന്നും ഒട്ട് ചെയ്യാനും പറ്റുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട്, ആർക്കെങ്കിലും മനസ്സിലായി കാണുമോ നമ്മളാന്ന്? അവർ പറയുന്നുണ്ട്, മനസ്സിലായെങ്കിൽ എന്താ, അവർ കേസാക്കിയെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിച്ച് വരുമ്പോൾ നമുക്കുള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് പറയും കേട്ടോ.
അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോട്ട് അനി പെട്ടെന്ന് വരുവാണ്. എന്നിട്ട് ഇവർക്കെല്ലാം കൈ കൊടുത്തിട്ട് പറയുവാണ്, കലക്കി മച്ചന്മാരെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവരൊന്നും അറിയാത്ത പോലെ എന്തിന് എന്നിങ്ങനെ ചോദിക്കുവാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയെ തല്ലിയെന്നാണ് കേട്ട എൻ്റെ അമ്മായച്ഛനും അമ്മായിയമ്മേനും. ഇത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന അതുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്